ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ആദ്യം തന്നെ ഒരു ഡിസ്ക്ലൈമർ പറഞ്ഞേക്കാം. ഞാൻ ഈ വീഡിയോയിൽ ഒരു യൂണിവേഴ്സിറ്റിനെയും ഡിഫെയിം ചെയ്യുന്നില്ല, അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ഒരു യൂണിവേഴ്സിറ്റിയുടെ പേരും എടുത്ത് പറയുന്നില്ല. അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്ന ചാനലിലെടുത്ത് കണ്ടോ. ഞാൻ എനിക്ക് തോന്നിയ കാര്യങ്ങളും അതേപോലെ ഞാനിവിടെ എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താല്പര്യമില്ലേ, ആദ്യം സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ. കാരണം പലരും കമൻറ്റ് ചെയ്തായിരുന്നു അങ്ങനത്തെ കാര്യങ്ങൾ എന്തുകൊണ്ട് ഞാൻ ആ പേരെടുത്ത് പറയുന്നില്ല എന്നുള്ള കേസ് മുന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഞാൻ അവർക്ക് ആദ്യം കമൻറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് ഇങ്ങനെയാണ് കാര്യം എന്നുള്ളത്. കാരണം ഞാൻ ഒരാളുടെ പേരെടുത്ത് പറഞ്ഞ് അവരെനിക്കെതിരെ കേസ് കൊടുത്താൽ പെടാൻ പോകുന്നത് ഞാൻ ഒറ്റയ്ക്കായിരിക്കും. കാരണം അങ്ങനെയാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളെ പറയൂ. കൂടുതൽ ആഴത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് പെടേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ കേസ്, ഇപ്പോൾ +2 കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഓൾമോസ്റ്റ് വിദേശത്തേക്ക് നോക്കുന്ന എല്ലാ സ്റ്റുഡൻസും ത്വര സ്റ്റുഡൻസ് ഏജൻസിനില്ല, അതുകൊണ്ട് എന്നാലും ഏജൻസി സ്റ്റുഡൻസിനെ ത്വര അപ്രോച്ച് ചെയ്യുന്നൊരു സമയമാണ് ഇപ്പോൾ. അതായത് ഇന്ന യൂണിവേഴ്സിറ്റി സൂപ്പറാണ്, ഇന്ന യൂണിവേഴ്സിറ്റി നല്ലതാണ്, ഇന്ന യൂണിവേഴ്സിറ്റി അടിപൊളിയാണ്, അവിടെ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ലൈഫ് സെറ്റിലാണ്. പണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലി, അവിടെ ഏതെങ്കിലും ജോലി കയറി അവിടെ നിങ്ങൾ വെച്ചിട്ട് കയറ്റം പോലെ കയറി പോകുമായിരുന്നു, കോഴ്സ് ഏതായാലും. പക്ഷേ ഇന്ന് ഓരോ വർഷം കയറി വരുന്ന സ്റ്റുഡൻറ് ഇൻടേക്ക് പണ്ടത്തെ പോലെയല്ല, നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഏത് രാജ്യത്ത് ഏത് കോഴ്സ് ചൂസ് ചെയ്താലും ഒരു കാര്യം മനസ്സിൽ വയ്ക്കുക, കോളേജിൽ കിട്ടുന്ന ഡിഗ്രിക്കും കൂടി ഒരു ഇച്ചിരി ഇമ്പോർട്ടൻസ് കൊടുത്താൽ വളരെ നല്ലതായിരിക്കും. കാരണം പണ്ടത്തെ പോലെ എല്ലാ കോഴ്സിനും വിദേശത്തേക്ക് കയറി വന്നിട്ട് വലിയ കാര്യം ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഒന്നുകൂടി സ്ട്രെസ് ചെയ്ത് ഒന്നുകൂടി പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം ഇപ്പോഴും പല ഏജൻസിക്കാർ ഇതേ സംഭവം തന്നെ മാർക്കറ്റ് ചെയ്ത് വിടുന്നുണ്ട് സ്റ്റുഡൻസിൻ്റെ ഇടയിലേക്ക്. അതായത് നിങ്ങൾ ഈ കോഴ്സ് എടുത്ത് വെറുതെ നിങ്ങൾ കയറി ചെന്നാൽ മതി, ജോലി കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങൾക്ക് സെറ്റ് ആവാം. ചിലപ്പോൾ എക്സെപ്ഷണൽ കേസസ് ഉണ്ടാകാം, പക്ഷേ അപ്പോഴും വളരെ വളരെ ചെറിയ ചാൻസ് ആണ്. നിങ്ങൾ ആ ഒരു കാര്യം മനസ്സിൽ എപ്പോഴും വെക്കുക. ഏത് രാജ്യത്ത് എവിടെ പഠിക്കാൻ പോയാലും ഇച്ചിരി ഡിമാൻഡുള്ള കോഴ്സ് എടുക്കാൻ നോക്കുക. അതൊരു ഏജൻസിയോ ഒരു സ്റ്റുഡൻറ്റോ പറയുന്നതല്ല, നിങ്ങൾ തന്നെ നല്ല രീതിയിൽ ഗ്രൗണ്ട് സ്റ്റഡി നടത്തി നിങ്ങൾക്കൊരു വ്യക്തമായ ധാരണ ആയി കഴിഞ്ഞിട്ട് നിങ്ങളെ കോഴ്സ് ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി രണ്ടാമത്തെ കേസിലേക്ക് നമുക്ക് വരാം. അതാണ് എനിക്ക് പ്രധാനമായിട്ട് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഇപ്പോൾ ഒരു സാധാരണ ഒരു സ്റ്റുഡൻറ്റ്, ഇപ്പം ഞാൻ എൻ്റെ കേസ് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഒരു സാധാരണ സ്റ്റുഡൻറ്റ് ഒരു ഏജൻസിനെ അപ്രോച്ച് ചെയ്ത്, അല്ലെങ്കിൽ നേരെ വൈസ് വേഴ്സ ഏജൻസി സ്റ്റുഡൻറ്റിനെ അപ്രോച്ച് ചെയ്ത്, അല്ലെങ്കിൽ നേരെ തിരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഓഫ് കോഴ്സ് ഒരു കൺട്രി നമ്മൾ സ്റ്റുഡൻറ്റ് ഒരു ഏജൻസി ഒരു കൺട്രി എന്തായാലും പ്രപ്പോസ് ചെയ്യും, അതുപോലെ ഒരു യൂണിവേഴ്സിറ്റി പ്രപ്പോസ് ചെയ്യും സ്റ്റുഡൻറ്റിന് വേണ്ടിയിട്ട്. നമ്മൾ വിചാരിക്കും നമ്മുടെ നല്ലതിനാണെന്ന്, നമ്മളാണ് കണ്ടത് അത് വിശ്വസിക്കുകയും ചെയ്യും. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഏജൻസി പറയുന്നത് അവരുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. എക്സെപ്ഷണൽ കേസസ് ഫോർ ഷുവർ, ബട്ട് 98% ഏജൻസി അവരുടെ നല്ലതിന് വേണ്ടിയേ പറയും. അതായത് ഒരു യൂണിവേഴ്സിറ്റി ഒരു ഏജൻസിക്ക് കമ്മീഷൻ പ്രൊവൈഡ് ചെയ്യും. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം നിങ്ങൾ വരുത്തുക ആദ്യം തന്നെ. അല്ലാതെ ഒരു ഏജൻസിയും നമ്മുടെ നാട്ടിൽ ഇന്നിപ്പോൾ സോഷ്യൽ സർവീസ് ഒന്നുമല്ല ചെയ്യണം, അവർ ബിസിനസ് ചെയ്യുന്നു, നമ്മളാണ് അവരുടെ ക്ലയൻസ്. അപ്പം നിങ്ങൾ ഒരു ഏജൻസി ഒരു യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച്, ആ ഒരു യൂണിവേഴ്സിറ്റിയെ കുറിച്ച് നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് ത്വരയായിട്ട് റിസർച്ച് നടത്താം. പല പ്ലാറ്റ്ഫോംസിലും റിസർച്ച് നടത്താൻ പറ്റും. ഏത് വേണേലും ചൂസ് ചെയ്യാം. യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ഇപ്പോൾ ഒന്നും വേണ്ട, ഗൂഗിളിൽ തന്നെ ഗൂഗിൾ മാപ്സിലാണ് നമ്മൾ യൂണിവേഴ്സിറ്റി സെർച്ച് ചെയ്യുമ്പോൾ യൂണിവേഴ്സിറ്റി ഉണ്ടാവും, അതിൽ ഫീഡ്ബാക്ക് ഉണ്ടാവില്ല, അത് നോക്കിയാലും മതി. സ്റ്റുഡൻസ് തന്നെ പച്ചത്തെറി വിളിച്ചിട്ടുണ്ടാവും യൂണിവേഴ്സിറ്റിയെ കുറിച്ച് വൃത്തിയിട്ടതാണെങ്കിൽ. അപ്പം അങ്ങനെ എല്ലാം നോക്കിയും കണ്ടും ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാൻ നോക്കുക. അതല്ലാതെ ഏതൊരാൾ ഇപ്പോൾ അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് അവർക്ക് വലിയ പിടിയുണ്ട്, അവർ പഠിച്ചിറങ്ങിയിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ സ്റ്റുഡൻറ്റും ഒരു യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തൊരു ഏജൻസിയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല കാര്യം, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാകാം, അല്ലാതിരിക്കാം, അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയാകാം, എന്തുമാകാം. പക്ഷേ നിങ്ങൾ അപ്പോഴും ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ ഭാവിയാണ് നിങ്ങൾ ആ ഒരു എടുത്തു വയ്ക്കാൻ പോകുന്ന സ്റ്റെപ്പ്. അപ്പോൾ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് നല്ല രീതിയിൽ ഗ്രൗണ്ട് സ്റ്റഡി നടത്താം. അതേപോലെ തന്നെയാണ് കോഴ്സും. ഇപ്പോൾ ഏതെങ്കിലും ഒരു കച്ചറ കോഴ്സ് എടുത്ത് കയറി വന്നാൽ, ഞാൻ കോഴ്സ് എടുത്ത് പറയുന്നില്ല കാരണം അത് പിന്നീട് പ്രശ്നവും. അപ്പോൾ ഏതെങ്കിലും ഒരു കച്ചറ കോഴ്സ് എടുത്ത് വന്നു കഴിഞ്ഞാലും ഇത് തന്നെയാണ് അവസ്ഥ. പഠിച്ചിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ സ്റ്റേ ബാക്കും കാര്യങ്ങളൊന്നും വലിയ പരിപാടിയുള്ള കേസുകളല്ല. ഏത് നിമിഷം വേണമെങ്കിലും റൂൾസ് മാറും. ഇപ്പോൾ UK കേസിനെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നല്ലൊരു കോഴ്സ് എടുക്കാൻ നോക്കാം. അതായിരിക്കണം ഹയസ്റ്റ് പ്രയോറിറ്റി തന്നെ. നല്ല കോഴ്സ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ പഠിച്ചിറങ്ങി കഴിയുമ്പോൾ ഏതെങ്കിലും ഫീൽഡിലേക്കെങ്കിലും ജോലിക്ക് കയറാൻ പറ്റും. പിന്നെ എല്ലാവരും പറയുന്ന പോലെ തന്നെ ഇപ്പം എന്നെ കോൺടാക്ട് ചെയ്താലും എനിക്ക് എങ്ങനെ വേണേലും പറഞ്ഞ് നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ആർക്ക് വേണേലും നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇച്ചിരി കൂടി പ്രാക്ടിക്കലി ചിന്തിക്കുക. ഇന്ന സാധനം പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഏതൊക്കെ മേഖലകളിലേക്ക് എനിക്ക് ജോലിക്ക് കയറാൻ പറ്റും. ഇപ്പം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഇതൊരു യൂറോപ്യൻ യൂണിയൻ കൺട്രിയാണ്. യൂറോപ്യൻ കൺട്രിയാണ്. യൂറോപ്യൻ കൺട്രിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലായിടത്തും അവരുടെ തന്നെ ലോക്കൽ ലാംഗ്വേജ് ഉണ്ടാവും. അപ്പോൾ സർട്ടൻ കോഴ്സസ് പഠിച്ചിറങ്ങി ഒരു ജോലിയിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ആ ഒരു രാജ്യത്തെ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. ഈ സർവീസ് സെക്ടറിൽ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ കോഴ്സുകളിലും നമ്മൾ അവിടുത്തെ ആ രാജ്യത്ത് തന്നെ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ കേസും ഒരു ഏജൻസി നിങ്ങളോട് പറയുമ്പോൾ, നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് ഇന്ന യൂണിവേഴ്സിറ്റി നല്ലതാണ്, നിങ്ങളവിടെ പഠിച്ചിറങ്ങിക്കോ, സൂപ്പറായിരിക്കും. പക്ഷേ ജോലി കിട്ടുന്ന കേസ് ഒന്നും പറയില്ല. അപ്പോൾ നിങ്ങൾ ആ കാര്യങ്ങളും ഒക്കെ നോക്കുക. ഇന്നൊരു കോഴ്സ് പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ടുള്ള സ്കോപ്പ്, അതേപോലെ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യേണ്ട കേസ്, പലരുടെയും ബെനിഫിറ്റിന് വേണ്ടി നിങ്ങളെ എൻ്റെ ദൈവമേ നാക്ക് കുഴയാണ്, നാക്ക് പിടിച്ചിട്ട് ചൂസ് ചെയ്താൽ. അപ്പോൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ നല്ല രീതിയിൽ നോക്കും. അപ്പോൾ ആ ഒരു കാര്യം കൂടി മനസ്സിൽ വയ്ക്കുക. മാനിപ്പുലേറ്റ് ചെയ്തോട്ടെ, നല്ലതാണ്, നിങ്ങളുടെ നല്ലതിനാണെന്ന് വിചാരിക്കരുത്. നിങ്ങൾ ഗ്രൗണ്ട് സ്റ്റഡി എടുത്തിട്ട് ചൂസ് ചെയ്യുക. കാരണം നിങ്ങളുടെ ജീവിതം പോണ കേസാണ്.
ഇതാണ് മെയിൻ കേസ്. പിന്നെ ഏജൻസി ചൂസ് ചെയ്യുന്ന കേസ് പരമാവധി കാശുള്ള ഏജൻസി നോക്കുക. കാര്യം പറയണമെന്ന് നോക്കണ്ട. നിങ്ങൾ എവിടെയെങ്കിലും ക്രാഷ് കോഴ്സ് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ കോൺടാക്ട് ഏജൻസിക്കാർക്കൊക്കെ അതൊക്കെ തന്നെ നിങ്ങൾ നോക്കുള്ളൂ. നിങ്ങളെ കോൺടാക്ട് ചെയ്തോളും. എല്ലാവരും നിങ്ങളോട് സംസാരിക്കട്ടെ, എല്ലാവരും പോയി കാണും. എക്സ്പോർട്ട് ഒക്കെ എത്തുമ്പോൾ എന്നിട്ട് ഒരു 10-20 ഏജൻസിനെ എടുത്തിട്ട്, കാരണം അത്ര വലിയതുള്ളതുകൊണ്ടാണ്, ഒരു 10-20 ഏജൻസിനെ എടുത്തിട്ട് എല്ലാവരും കൂട്ടി വെച്ച് ഏറ്റവും റേറ്റ് കുറവിന് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുസരിച്ച് ജെന്യൂനായിട്ട് തോന്നുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ രണ്ടെണ്ണം പൊട്ടിക്കാൻ പറ്റും എന്ന രീതിയിലുള്ള ഏജൻസിക്കാരെ നോക്കാം. അതേപോലെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യിക്കരുത്, നേരെ ലീഗലി നീങ്ങാം. പിന്നെ ഒരിക്കലും നിങ്ങൾ ഏത് ഏജൻസി ചൂസ് ചെയ്താലും ലിക്വിഡ് ക്യാഷ് പരിപാടി ചെയ്യരുത്, ഓൺലി ബാങ്ക് ട്രാൻസ്ഫർ. എന്നാലേ എന്തെങ്കിലുമൊക്കെ ഇതുള്ളൂ. അതേപോലെ തന്നെ ഏത് ഏജൻസി ചൂസ് ചെയ്താലും അവർക്ക് ഇവിടെ ഓഫീസുണ്ട്, അവിടെ ഓഫീസുണ്ട്, അതിലൊന്നും വലിയ കഥയില്ല. പിന്നെ യൂറോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ ഉള്ളൂ. അവിടെ ഓഫീസിൽ നിങ്ങളെ എപ്പോഴും സഹായിക്കണം, അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ വെറുതെ തങ്ങൾ മാത്രമാണ്. അതിലൊന്നും വലിയ കഥയില്ല. ഉണ്ടാവാതിരിക്കാം. പക്ഷെ ഫൈനലി നിങ്ങൾക്ക് നിങ്ങളെ ഇന്ത്യ വിട്ടാൽ ഉള്ളൂ. ആരുണ്ട് എന്ന് പറഞ്ഞാലും എൻ്റെ ഒരു അറിവ് വെച്ച് എനിക്ക് ഇതേവരെ അങ്ങനെയാണ്. ഇനി എൻ്റെ കേസിലേക്ക് വരാണെങ്കിൽ, ഞാൻ ഈ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റി മോശമാണ് എന്ന് പറഞ്ഞ ഏജൻസിക്കാർ എനിക്കുണ്ട്. അവർ പ്രപ്പോസ് ചെയ്ത വേറെ യൂണിവേഴ്സിറ്റീസും ഉണ്ട്. എന്നാൽ ആ യൂണിവേഴ്സിറ്റിനേക്കാളും 100 ഇരട്ടി ഭേദമാണ് ഈ യൂണിവേഴ്സിറ്റി എന്നുള്ള ബോധം എനിക്കുള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ പഠിക്കണത്. അപ്പോൾ വേറൊരാളെ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്നതിനും ഒരു ലിമിറ്റ് വെക്കുക. ഇൻഫ്ലുവൻസ് ആയിക്കോ, പക്ഷെ നിങ്ങളുടെയും കൂടി നല്ല രീതിയിൽ റിസർച്ച് നടത്തി ഒരു ക്ലാരിറ്റി ആക്കി കഴിഞ്ഞിട്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിൽ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാനൊന്നുമല്ല, ഇച്ചിരി നേരം ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. എല്ലാവരും നിങ്ങളുടെ നല്ലതിന് വേണ്ടി നല്ല ഇന്നത്തെ കാലത്ത് പറയാൻ പോണം. നിങ്ങളും കൂടി നോക്കിയും കണ്ടും കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും കൂടി നല്ലത് വരാൻ സാധ്യതയുണ്ട്. ഉറപ്പൊന്നും ആർക്കും പറയാൻ പറ്റില്ല, കാരണം അത്ര പേര് സ്റ്റുഡൻസ് അവരുടെ ഇന്ത്യക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. ഫോളോ ചെയ്തിട്ട് അയച്ചാൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ തരും. അത് കഴിഞ്ഞിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ട് അൺഫോളോ ചെയ്തോണം, എൻ്റെ തരം കളിക്കാതിരിക്കുക. കാരണം ഇപ്പം ഞാൻ അതാണ് സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരി, ബൈ.